ആറ്റുകാൽ അമ്പലത്തിനടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറാൻ പോവുകയാണ്. നമുക്കിപ്പോൾ വളരെ ഇഷ്ടമുള്ള എത്രയോ വർഷത്തെ 27 വർഷത്തിൽ കൂടുതലായിട്ടുള്ള പാരമ്പര്യമുള്ള ഇന്ത്യൻ കോഫി ഹൗസിനകത്താണ് ഞാൻ നിൽക്കുന്നത്. ഇത് ആറ്റുകാൽ അമ്പലത്തിനടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസാണ്. ഇപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞു. ഹലോ സർ, കോഫി ഹൗസിലെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണോ? എങ്ങനെയുണ്ട് കോഫി ഹൗസിലെ ചായ കോഫിയൊക്കെ? നല്ലതാണ്. എവിടുന്നാണ്? പത്തനംതിട്ട. അപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന കോഫി ഹൗസ് വരാറുണ്ടോ? എങ്ങനെയുണ്ട്? ഫുഡ് ഇഷ്ടപ്പെട്ടോ? നല്ല ഫുഡാണ്. എന്താണ് ഓർഡർ ചെയ്തത്? നെയ് റോസ്റ്റും കട്ട്ലറ്റ്. ശരി, ഓക്കെ, താങ്ക് യു. ഇവിടേക്ക് ഇപ്പോൾ കാലിയാണ് കേട്ടോ. നല്ല പീക്ക് അവറായിരുന്നു. ഇതിപ്പോൾ ഞാൻ വന്നത് 1 മണിക്ക് വന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ എല്ലാം ഫുള്ളായിരുന്നു. വിവാഹം, കുഞ്ഞൂട്, മറ്റു ചടങ്ങുകൾ എന്നിവയ്ക്ക് വേണ്ടതായ ഊണ്, സദ്യ, ടീ പാർട്ടികൾ എന്നിവ ഇവിടെ വെച്ച് നടത്തി കൊടുക്കുന്നതാണ്. ഹലോ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. എന്താണ് പേര്? പ്രദീപ്. ഓക്കെ. എത്ര കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നു ഇവിടെ? 15 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നു. അത് ശരി. ഇതാണ് നമ്മുടെ കോഫി ഹൗസിന്റെ ക്ലാസിക് യൂണിഫോം അല്ലേ? അതെ. പച്ച തൊപ്പി, പച്ച ബെൽറ്റ് അല്ലേ? ഓക്കെ. ഇവിടെ റെഡ് ബെൽറ്റും കാണാറുണ്ടല്ലോ? ഉണ്ട് മേഡം. അത് നമുക്ക് ഓരോ സർവീസ് അനുസരിച്ചുള്ള യൂണിഫോമാണ്. ആണോ? സർവീസിലൂടെ നമ്പർ ഓഫ് ഇയേഴ്സ് ആണോ പറയുന്നത്? ഓ, അത് ശരി. അപ്പോൾ ഇതിപ്പോൾ എത്ര ഇയേഴ്സ് സർവീസ് ആകുമ്പോഴാണ് ഇത്രയും കിട്ടുന്നത്? ഒരു 7-8 കൊല്ലം ആകുമ്പോൾ യൂണിഫോം. അത് ശരി. അത് കഴിഞ്ഞൊരു 10-20 കൊല്ലത്തിനകത്ത്, 15 കൊല്ലം 20 കൊല്ലത്തിനകത്താവുമ്പോൾ ഒരു ചൂപ്പ് കിട്ടും. അങ്ങനെയാണ് പോകുന്നത്. ഇൻക്രിമെന്റ് ആണ് മേഡം, സർവീസാണ്. ഓക്കെ. അപ്പോൾ റെഡ് യൂണിഫോമിലൂടെ ചേട്ടനെ കണ്ടില്ലേ? അദ്ദേഹത്തിന് എത്ര വർഷത്തെ സർവീസ് ആകുമ്പോഴാണ് കിട്ടുന്നത്? 22 ഓ, 22 കൊല്ലത്തിന്റെ യൂണിഫോം ആണല്ലേ? പുള്ളി എവിടെയാണോ? ഒന്ന് വിളിക്കാമോ? എന്നൂടെ. ഓക്കെ. ഹലോ സാർ, വിനിച്ചേട്ടാ, എന്തൊക്കെയുണ്ട്? സുഖം. അപ്പോൾ വിനിച്ചേട്ടൻ തിരക്കിട്ട് പോവുകയാണ്. ഇവിടുത്തെ പഴയ സ്റ്റാഫാണ് കേട്ടോ. 22 വർഷമായിട്ടുള്ള സ്റ്റാഫാണ്. നമുക്ക് ഓട്ടിച്ചിട്ട് പിടിച്ച് വിനിച്ചേട്ടൻ്റെ ഒരു കണ്ടന്റ് എടുക്കാം. ഹലോ ചേട്ടാ. ചേട്ടൻ ഭയങ്കര ഗൗരവക്കാരനാണ്. പക്ഷെ പാവമാണ് കേട്ടോ, ചിരിക്കുന്നതാണ്. എപ്പോഴും വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചേട്ടാ ഒരു ഗൗരവക്കാരനായ പാവമാണല്ലേ? ചേട്ടാ എത്ര വർഷമായി കോഫി ഹൗസിലെ? 26 വർഷം കഴിഞ്ഞു. 26 വർഷം കഴിഞ്ഞു. 26 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സൂപ്പർ രാജകീയ തലപ്പാവും യൂണിഫോമും ആണ് ഇതല്ലേ? കാണാൻ തന്നെ ആ കോഫി ഹൗസിൻ്റെ അല്ലേ?
കോഫി ഹൗസിൻ്റെ മാത്രം പ്രത്യേകത ഈ തലപ്പാവ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് എവിടുത്തെ തലപ്പാവാണെന്ന് അല്ലേ, ചോദിക്കുകയേ വേണ്ട. ചേട്ടാ പിന്നെ എങ്ങനെയുണ്ട് കോഫി ഹൗസിലെ സർവീസ് ഒക്കെ ചേട്ടന്? ഇവിടുത്തെ 27 വർഷമായിട്ട് ഇവിടെ തന്നെയായിരുന്നു അതോ? ഇല്ല, ഞങ്ങൾക്ക് ഒത്തിരി കോഫി ഹൗസുകളുണ്ട്, ട്രാൻസ്ഫർ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, മാറി വരും ഓരോ ബ്രാഞ്ചിലും. ആ ശരി. അപ്പോൾ എവിടെയൊക്കെ ഉണ്ട്? സ്റ്റാച്യൂവിൽ ഇപ്പോൾ ഒരു പൂട്ടിയ ഒരു കോഫി ഹൗസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ ഉണ്ടായിരുന്നോ? ആ ഓക്കെ. ഇതായിരിക്കുന്നത് നമ്മുടെ കാഷ്യർ മിസ്റ്റർ ഉണ്ണിച്ചേട്ടൻ അല്ലേ, ഉണ്ണികൃഷ്ണൻ ചേട്ടനാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നും ഇവിടെ വളരെ പുറകെയൊക്കെ അടിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കാറുണ്ട്. നമ്മളെപ്പോഴും കാണാറുണ്ട്, പക്ഷേ നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല അല്ലേ? ഇല്ല തിരക്കായിരിക്കും എപ്പോഴും ഇവിടെ, ഭയങ്കര തിരക്കായിരിക്കും അല്ലേ? ഞാനിപ്പോ വന്നത് അത് ശരി. പ്രത്യേകിച്ച് ഏത് ദിവസങ്ങളിലാണ് ഈ തിരക്ക് വരുന്നത്? പിന്നെ തിങ്കൾ ചൊവ്വ വെള്ളി ഞായറാഴ്ച ദിവസങ്ങളിൽ. ഞായറാഴ്ച ഇത് വെജിറ്റേറിയൻ ഇന്ത്യൻ കോഫി. നോൺ വെജിറ്റേറിയൻ കിട്ടുന്ന ബാക്കി എല്ലാ ബ്രാഞ്ചസും നോൺ വെജിറ്റേറിയൻ. ഓക്കെ. എന്താണ് ഇപ്പോഴും ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ ഏത് തന്നെയാണ്? സ്പെഷ്യൽ മസാല ദോശയും ഗീ മസാല ദോശയും കട്ട്ലേറ്റും ഒക്കെയാണ്. ഇവിടെ ഒരു പ്ലം കേക്ക് കാണുന്നല്ലോ, കോഫി ഹൗസിന്റെ ആണോ? കോഫി ഹൗസിന്റെ പ്ലം കേക്ക് ആണോ അത്? ഓ അത് ശരി. അപ്പൊ നിങ്ങളുടെ പ്രോഡക്ട്സും ഉണ്ടല്ലേ ഇവിടെ? ഓ അത് ശരി. കോഫി ഹൗസിന്റെ കോഫി പൗഡർ, അത് ശരി. കോഫി ഹൗസിന്റെ കോഫി പൗഡർ ഉണ്ട്, കോഫി ഹൗസിന്റെ കേക്ക് ഉണ്ട്, പിന്നെ ടീ പൗഡർ ഉണ്ട്. അത് ശരി. ഓ അത് ശരി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കോഫി ഹൗസിന്റെ ഒരു പുരോഗമനമാണ് അല്ലെ? പണ്ടില്ലായിരുന്നല്ലോ ഇതൊന്നും. ഉണ്ട്, പിന്നെ ടീ പൗഡർ ഉണ്ട്. അത് ശരി. ഓ അത് ശരി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കോഫി ഹൗസിന്റെ ഒരു പുരോഗമനമാണ് അല്ലെ? പണ്ടില്ലായിരുന്നല്ലോ ഇതൊന്നും. ഞാൻ ആലോചിക്കാറുണ്ട് അതിൻ്റെ ഒരു കണ്ടന്റ് എടുക്കണമെന്ന്. ഞാനിപ്പോൾ നോക്കുമ്പോഴത്തേക്കും എല്ലാ സൈഡിൽ നിന്നും ഗ്ലെയർ അടിക്കുകയാണ് കേട്ടോ. കാരണം ഇത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു ടൈമിലാണ് ഞാൻ അതിൻ്റെ ഗ്ലെയർ അടിയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ. പക്ഷേ ഈ സമയത്തല്ലാതെ ഏത് സമയത്ത് വന്നാലും ഇവിടെ എടുക്കാൻ പറ്റില്ല, അപ്പോൾ അത്രയ്ക്ക് തിരക്കായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാനൊരു 2 മണി സമയത്താണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തിരക്കൊക്കെ ഒഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ആദ്യം കാണിച്ചല്ലോ, തിരക്കെല്ലാം ഒഴിഞ്ഞ ഒരു സ്ഥലമായതുകൊണ്ട്, ഒരു ടൈം ആയതുകൊണ്ടാണ് എനിക്കിത് എടുക്കാൻ പറ്റിയത് ഈ കണ്ടന്റ്. ഞാനും വളരെ ഹാപ്പിയാണ്, കാരണം ഇത് അത്രമാത്രം പാരമ്പര്യമുള്ള സംരംഭമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? പാരമ്പര്യമുള്ളൊരു സംരംഭമാണ്. ഓക്കെ. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴത്തേക്കും എവിടെ പോകാൻ ചോദിക്കുമ്പോഴത്തേക്കും കോഫി ഹൗസിൽ മീറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് കോളേജൊക്കെ വിട്ട് കഴിഞ്ഞ മുന്നിൽ നമ്മൾ ഡയറക്റ്റായിട്ട് വീട്ടിലൊന്നും പോകാതെ നേരെ കോഫി ഹൗസിൽ വന്ന് ഒരു കോഫിയും ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ സാധനമായിട്ടുള്ള ബീട്രൂട്ട് കട്ട്ലറ്റൊക്കെ അടിച്ച് കോഫി ഹൗസിൽ നിന്ന് ഒരുപാട് സമയം വർത്താനം പറഞ്ഞ് ആസ്വദിച്ച് ഇപ്പോൾ പോകുന്നൊരു കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് എനിക്ക് ഇവിടെ വരുന്നത്. ഓക്കെ. ഇത് മാക്സിമം നന്നാക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഗ്ലെയറിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലും ഒരുപാട് പേര് കോഫി ഹൗസിൻ്റെ ആരാധകരായിരിക്കും, കോഫി ഹൗസിനെ ഇഷ്ടമുള്ളവരായിരിക്കും അല്ലേ? എത്ര പേരുണ്ട് അങ്ങനെ? ഒരുപാട് പേര് കാണും, എനിക്കറിയാം. ഓക്കെ. കോഫി ഹൗസ് അത്രയ്ക്ക് എല്ലാവരുടെ മനസ്സിലും ഒരു വികാരം ഉണ്ടാക്കിയ, വളരെ നല്ല വികാരങ്ങൾ ജനിപ്പിക്കുന്ന പല ഓർമ്മകൾ, പല പ്രണയത്തിൻ്റെ പല സായാഹ്നങ്ങൾ ചിലപ്പോൾ അവർ ചെലവഴിച്ചിരുന്നത് കോഫി ഹൗസിലായിരിക്കാം. സൗഹൃദത്തിൻ്റെ നല്ല നിമിഷങ്ങൾ അല്ലേ? പല ചർച്ചകൾ, ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾക്ക് വരെ വേദിയായിട്ടുള്ള ഒരു കാര്യമാണ് കോഫി ഹൗസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കണ്ടന്റ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ മുന്നേ വരാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച്. സോ അടുത്തൊരു കണ്ടന്റുമായിട്ട് വരുന്നവരെ ബൈ. Thank you. Come again. We are ready for the tree.